അവിടെ ശ്രീ റോജി എം ജോൺ, ഇവിടെ ഇപ്പോൾ ഒന്ന് ലഹരിയുടെ ഉപയോഗം മാത്രമല്ല പ്രശ്നം, ലഹരി ഇല്ലാതെയും അങ്ങേയറ്റം ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന ഒരു വശം. രണ്ടാമത്തേത് ചില പാറ്റേൺ പരിശോധിച്ചാൽ ഇപ്പോൾ ഈ ഷഹബാസിന്റെ മരണമാവട്ടെ, അതിനു മുൻപ് എറണാകുളത്ത് ഒരു പബ്ലിക് സ്കൂളിൽ നടന്ന മെഹിറിന്റെ മരണമാവട്ടെ, ഈ മരണത്തിന് ശേഷം പോലും സഹപാഠികളായ അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഒട്ടും അനുതാപം തോന്നുന്നില്ല എന്ന് മാത്രമല്ല മരണത്തെപ്പോലും പരിഹസിക്കുന്നത് അവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അത്ര ഇൻസെൻസിറ്റീവാണ്. ഒരു അപകടമുണ്ടായ ശേഷം പോലും ഞാൻ അവൻ്റെ കണ്ണ് തകർത്തു, അല്ലെങ്കിൽ എനിക്ക് അടിക്കാൻ പറ്റിയില്ല, കണ്ണിന് 4 കുത്തു കൊടുക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ എങ്ങനെയാണ് കുട്ടികൾ ഏത് മനോനിലയിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ അവിടെ വലിയ സാമൂഹ്യ പ്രശ്നം കൂടിയുണ്ട്. അത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ലേ. ഏത് സർക്കാർ വിചാരിച്ചാലും മനുഷ്യത്വം പകർന്നു നൽകുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ലല്ലോ. അത് കൾട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട, സ്വമേധയാ ഉണ്ടാവേണ്ട ഒന്നാണ്. അങ്ങനെ ഉണ്ടാവുന്നില്ലെങ്കിൽ അവിടെ ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ അതുകൂടി എങ്ങനെ പരിഹരിക്കും എന്ന് നിങ്ങളെ പോലുള്ള പൊതുപ്രവർത്തകർ ആലോചിക്കണ്ടേ? പക്ഷേ തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചർച്ചകളിലെല്ലാം കാണുന്ന ഒരു കാര്യം, ഇന്ന് നിയമസഭയിലായാലും നമ്മൾ കണ്ട കാര്യം, ലോകം മുഴുവൻ ലഹരിയുണ്ട്, അതുകൊണ്ട് കേരളത്തിലും ഉണ്ട്, ഇവിടെ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ പഞ്ചാബിൽ ഉള്ളതിൻ്റെ അത്രയും കേസുകൾ കേരളത്തിലില്ല. ഇതല്ലല്ലോ നമ്മൾ എടുക്കേണ്ട ഒരു സമീപനം. ഇത് മറ്റേ ഓട്ട മത്സരം അല്ലെങ്കിൽ വേറെ മത്സരം, ഇതൊരു മത്സരമൊന്നും അല്ലല്ലോ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ടുള്ള. കേരളം ഇന്ന് ഇത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സാമൂഹിക വിപത്താണെന്ന് നമ്മളിവിടെ തിരിച്ചറിയുകയാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്ര കേസുണ്ടായി എന്ന് താരതമ്യം ചെയ്ത് നമ്മൾ സ്വയം ആശ്വസിക്കേണ്ടുന്ന ഒരു വിഷയമല്ലല്ലോ. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന കാര്യം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പരമ്പരാഗതമായി അവലംബിച്ചു വരുന്ന അതേ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ആകെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 5000-നും 6000-നും ഇടയ്ക്കുള്ള പേഴ്സണൽസിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായി ഇത് മാറിയിരിക്കുകയാണ്. സാഹചര്യം മാറി, പ്രശ്നങ്ങൾ മാറി, ക്രൈമിൻ്റെ നേച്ചർ മാറി, അല്ലെങ്കിൽ എക്സൈസ് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം തന്നെ മാറി. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ചോദിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ സ്വയം വിമർശനപരമായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു ചോദ്യമല്ലേ അത് ഇവിടെ. കാരണം ഇവിടെ ഇനി അഭിലാഷ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടു കൂടിയിട്ടാണ് കുടുംബാംഗങ്ങളെ, പ്രായപൂർത്തിയാവാത്ത കുട്ടികളും അല്ലെങ്കിൽ ചെറുപ്പക്കാരും ഒക്കെ കൊല്ലുന്നത്, സുഹൃത്തുക്കളെ കൊല്ലുന്നത്. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വയലൻസ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഇവിടെ പറഞ്ഞതുപോലുള്ള ആക്രമണോത്സുകത ചെറുപ്പക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ വളർന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. സിനിമകളുടെ സ്വാധീനം ഉണ്ടാവാം, സിനിമകളുടെ സ്വാധീനം ഒരു പരിധിവരെയൊക്കെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. ചില സിനിമകൾക്കൊക്കെ സെൻസർ ബോർഡൊക്കെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്ന് ഞങ്ങളൊക്കെ അത്ഭുതപ്പെടാറുണ്ട്. ചില സിനിമകളൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ചില സിനിമയൊക്കെ കണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ട്, ഇത്രയും വലിയ വയലൻസ് ആണെന്ന് കേട്ടിട്ട് എന്താണെന്ന് കാണാൻ ശ്രമിച്ചിട്ട് അത് പൂർണ്ണമായിട്ടും കാണാൻ എൻ്റെ മനസ്സ് എന്നെ അനുവദിച്ചില്ല. കാരണം അത് ഒരു പരിധി, ഒരു പകുതിയായപ്പോൾ നമ്മളത് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു, അതിനൊക്കെ സെൻസർ ബോർഡ് അനുമതി കൊടുക്കുന്നു, അതൊരു വശത്ത് നിൽക്കുന്നു. ഇവിടെ എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. ഇവിടുത്തെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ നമുക്കിവിടെ ഉണ്ടാകുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ക്യാമ്പസുകൾക്കകത്ത് ആക്രമണം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ഇനി താങ്കൾ പറഞ്ഞ ചോദ്യം, ഇവിടെ ഇത് പുതുതായിട്ടുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഞാൻ പറഞ്ഞ ഒരു 15 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഉള്ളതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിലെ ക്യാമ്പസുകളിൽ, അതുപോലെ തന്നെ സ്കൂൾ ക്യാമ്പസുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അതിനെതിരെ പ്രതിരോധിക്കുവാനായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമ്മൾ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ സ്കൂൾ പാഠ്യപദ്ധതി എന്നൊക്കെ പറയുന്നത് ഞാൻ പഠിച്ച കാലത്തും അഭിലാഷ് പഠിച്ച കാലത്തും ഒക്കെയുള്ള പാഠ്യപദ്ധതിയിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തന രീതിയിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നില്ല. അധ്യാപകർ പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ കേൾക്കുമോ? അധ്യാപകർക്ക് പോലും വിദ്യാർത്ഥികളെ പേടിയാണ്. ഒരു വിദ്യാർത്ഥിയെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ പോലും പലപ്പോഴും അധ്യാപകർ ഭയപ്പെടുകയാണ്. ഇവിടെ പല സ്കൂളുകളിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ ഒഴിവുകളാണ് സ്കൂളുകളിൽ നികത്താതെ കിടക്കുന്നത്. അപ്പോൾ സ്കൂളുകൾക്ക്, അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ മേൽ കൺട്രോൾ ഇല്ലാണ്ട് വരുന്നു. സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നു. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധിക്കുന്നത് അധ്യാപകർക്കാണ്. നമ്മൾ ഈ ലഹരിയുടെ ഇത്രയും വലിയൊരു വിപത്തുണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് സ്കൂളുകൾ കേന്ദ്രീകൃതമായിട്ട്, നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായിട്ട്, പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് മാറ്റമാണ് നമ്മളവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്? അത് ലഹരിയുടെ കാര്യത്തിലായാലും ആക്രമണോത്സുകതയുടെ കാര്യത്തിലായാലും ഈ വയലൻസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമുക്ക് ഇത് താഴെ ചെറിയ പ്രായത്തിൽ തുടങ്ങി ഇതിനെതിരെ ഒരു പ്രതിരോധം, ഒരു അവബോധം സൃഷ്ടിക്കുവാനായിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ബോധ്യം, അല്ലെങ്കിൽ യുവതലമുറയുടെ ചിന്ത ആ രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാവേണ്ടതായിട്ടില്ലേ? ഇവിടെ ലഹരി ഉപയോഗിക്കുന്നതും കൂടെ നിൽക്കുന്നവനെ തല്ലി ചതയ്ക്കുന്നതും കൂടെ നിൽക്കുന്നവൻ്റെ കാലും കൈയും തല്ലി ഓടിക്കുന്നതും അല്ലെങ്കിൽ അവനെ കൊല്ലുന്നതും ഒക്കെ ആണത്തമാണ്, അല്ലെങ്കിൽ അത് ഏതാണ്ട് വലിയ
വലിയ സംഭവമാണ് എന്ന് ഒരു എന്താ പറയുന്നത്, ഒരു വലിയ നേട്ടമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് നമ്മൾ ഇടപെടൽ നടത്തണ്ടേ? അതിനെതിരായിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലും പാഠ്യപദ്ധതിയിലും ഒക്കെ കാതലായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മളൊക്കെ ഇപ്പോഴും ആ സ്റ്റാറ്റസ് കോയിൽ നമ്മൾ പഴയ സംവിധാനത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇവിടെ സാഹചര്യം മാറിയതിനനുസരിച്ച് സർക്കാരും ഭരണ സംവിധാനവും, അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലായാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിലായാലും മറ്റ് വകുപ്പുകളുടെ കാര്യത്തിലായാലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ സർക്കാർ ചെയ്യുന്ന ഒരു കാര്യം വിമുക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ഈ വിമുക്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പരിപാടികളിലും സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ട്. വെറും പ്രഹസനമാണ്. ഞാൻ ഈ പറഞ്ഞ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് 5000-ൽ ശിഷ്ടം ആളുകളെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, അവർ ഈ ബോധവൽക്കരണ പരിപാടിക്ക് പോകുമോ അതോ അവർ എൻഫോഴ്സ്മെന്റിന് പോകുമോ? അവർക്ക് എൻഫോഴ്സ്മെന്റ് തന്നെ കൃത്യമായിട്ട് നടത്താനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോഴാണ് അവരെ കൊണ്ട് ഈ ബോധവൽക്കരണ പരിപാടികൾ വിമുക്തി എന്ന് പറഞ്ഞിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് നടത്തിക്കുന്നത്. ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കേരളത്തിൽ ഇത് കൊടുക്കുന്നതും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇത് കഴിക്കരുതെന്ന് പറയുന്നതും. എനിക്ക് ദയവ് ചെയ്ത് എനിക്ക് സർക്കാരിനോടും പറയാനുള്ളത്, ഈ വിമുക്തി പോലുള്ള പരിപാടികൾ അല്ലെങ്കിൽ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം അത് സാമൂഹ്യനീതി വകുപ്പിനെയോ അല്ലെങ്കിൽ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിനെയോ വിദ്യാഭ്യാസ വകുപ്പിനെയോ മറ്റ് വകുപ്പുകളെയൊക്കെ ഏൽപ്പിക്കണം. അവർക്കത് കുറെ കൂടി ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നമ്മൾ പറയുന്നുണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ ബദലെന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. എല്ലായിടത്തും നമ്മൾ പറയാറുണ്ട് സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ഒക്കെ ഒരു മോഡലുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ ലഹരിയുടെ വലിയ വ്യാപനം ഉണ്ടായി. ഹരിയാന എന്താണ് ചെയ്തത്? അവിടെ കോൺഗ്രസ് ഗവൺമെന്റ് ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുത്തു. അവിടെ ഗ്രാമാന്തരങ്ങളിൽ അവിടെ ഗുസ്തി ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങൾക്ക് വലിയ പ്രചാരം കൊടുത്തു. ഇപ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഒരു കാലഘട്ടത്തിൽ ദേശീയ ഗെയിംസിൽ അല്ലെങ്കിൽ എല്ലാ കായിക മേളകളിലും പഞ്ചാബ് വലിയ തരത്തിൽ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി ഒന്നാം സ്ഥാനത്ത് വന്നിരുന്ന പഞ്ചാബിനെ നമുക്കിപ്പോൾ എവിടെയും കാണാൻ കഴിയില്ല. ഇപ്പോൾ ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ മെഡലുകൾ നേടി മുന്നോട്ട് വരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കായിക രംഗത്ത് എന്ത് മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്? സ്പോർട്സിനെ ഒരു ബദലായിട്ട് കൊണ്ടുവരാൻ സ്കൂളുകളിൽ സ്വിമ്മിംഗ് പൂൾ പണിയുമെന്ന് പറഞ്ഞു, പണിതോ? ഇവിടെ എല്ലാ പഞ്ചായത്തിലും ഗ്രൗണ്ട് പണിയെന്ന് പറഞ്ഞു, പണിതോ? നമ്മൾ കായിക രംഗത്ത് കായിക താരങ്ങളെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഇവിടെ ദേശീയ ഗെയിംസിൽ സ്വർണം കിട്ടിയ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, അവർക്ക് കൊടുത്തോ? അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൊടുക്കുന്നില്ല. ഞാൻ പറയുന്ന ഡ്രഗ്സിനെതിരായിട്ട് ഇത് ഉപയോഗിക്കരുത് എന്ന് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പറഞ്ഞതുകൊണ്ട് മാത്രം ആളുകൾ ഉപയോഗിക്കാതിരിക്കത്തൊന്നുമില്ല. അതിന് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവണം. അതിനുള്ള ഏറ്റവും വലിയ ബദൽ എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. നമുക്ക് ആ രീതിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. പരമ്പരാഗതമായിട്ട് ഏതെങ്കിലും ഒരു ടൂർണമെന്റ് നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ പരിപാടികൾ നടത്തിയതുകൊണ്ടോ അല്ല, നമുക്ക് ഇതിനെ ഒരു ബദലായിട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട്, ഒരു കായിക സംസ്കാരം, ഒരു ഫിറ്റ്നസ് കൾച്ചർ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സർക്കാർ ബോധപൂർവമായിട്ട് ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ കൂടെ നിൽക്കാന്നേ. ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പ്രവർത്തനങ്ങളിലും പ്രതിപക്ഷം കൂടെ നിൽക്കാൻ തയ്യാറാണ്. നമ്മൾക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യണം. പക്ഷെ നിർഭാഗ്യവശാൽ സർക്കാർ പരമ്പരാഗതമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയിൽ തന്നെ ഈ പുതിയ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. ശരി, പുതിയ പ്രശ്നങ്ങൾക്ക് പഴയ പരിഹാര മാർഗങ്ങൾ അനുയോജ്യമാവില്ല.